യുക്രൈൻ തലസ്ഥാനമായ കീവിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യ തുടർച്ചയായി മിസൈൽ ചെയ്തു വിട്ടു. 36 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നു. കുട്ടികളുടെ ആശുപത്രി ആക്രമിച്ചത് റഷ്യൻ ക്രൂരതകളുടെ ഓർമ്മപ്പെടുത്തലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ പ്രതികരിച്ചു. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കീവ് എപ്പോഴും ആക്രമിക്കപ്പെട്ട ഒരു തലസ്ഥാനമാണ്. പക്ഷേ ഈ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെയൊക്കെ മിസൈൽ തൊടുത്തുവിടുക എന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈയായിപ്പോയി. പക്ഷേ പുടിന് അതൊന്നും വിഷയമല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം അടുത്ത കാലത്ത് റഷ്യ യുക്രൈന് നേരെ ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയ ഒരു മിസൈൽ ആക്രമണം നടത്തുന്നത്. തിങ്കളാഴ്ച പട്ടാപ്പകലാണ് കീവിലെ പ്രധാന ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഈ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത്. യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ ശരിക്കും ഇന്നലെ മിസൈലുകൾ കൊണ്ടൊരു മഴ പെയ്യ്ക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ആക്രമണത്തിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 36 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായതുകൊണ്ട് തെരുവുകളിൽ കുഞ്ഞുങ്ങളുമായി അമ്മമാർ ഓടുകയായിരുന്നു. യുക്രൈൻ ഗവൺമെന്റ് ഇന്ന് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളോട് അടിയന്തരമായി അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തു തരുവാൻ യുക്രൈൻ ഗവൺമെന്റ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 38 മിസൈലുകളിൽ ഒരു 30 എണ്ണം വെടിവെച്ചിട്ടെന്നാണ് യുക്രൈൻ വ്യോമസേന അവകാശപ്പെടുന്നത്. തിരിച്ചടിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. റഷ്യൻ ക്രൂരതയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണമെന്നാണ് ഇതിനെ അപലപിച്ചുകൊണ്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്. അതേസമയം റഷ്യ പറയുന്നത് അവർ ആക്രമിച്ചത് സൈനിക ഉപകരണങ്ങളുടെ ചില നിർമ്മാണശാലകളെ മാത്രമാണെന്നാണ്. എസ്കെനെ നാളെ വാഷിംഗ്ടണിൽ ആരംഭിക്കുന്ന നേറ്റോ ഉച്ചകോടി വളരെ പ്രതീക്ഷയോടെയാണ് സെലൻസ്കി നോക്കിക്കാണുന്നത്. ഇന്ന് വൈറ്റ് ഹൗസിന്റെ പ്രസ്താവനയിൽ യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുവാനുള്ള പ്രഖ്യാപനങ്ങൾ നേറ്റോ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. എസ്കെൻ. മധു കൊട്ടാരക്കര.